എന്റെ പ്രേക്ഷകരോട് പറയുവാണെങ്കിൽ കൈതപ്രം സാറ് ചേച്ചിയുടെ ഒരു റിലേറ്റീവ് കൂടിയാ. അത് ശരിക്കും സാറുമായിട്ടുള്ള ഒരു ഇതൊക്കെ ഒന്ന് പറയാമോ ചേച്ചി? ദാമോദരേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. ദാമോദരേട്ടൻ എൻ്റെ കസിൻ്റെ ഹസ്ബൻഡാണ്. ഈ പറഞ്ഞ സംഗീതത്തിൻ്റെ ആ ഒരു അന്തരീക്ഷമുള്ള അവിടുത്തെയാണ്. എൻ്റെ അമ്മാവനാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂരി അഭിനയിക്കുന്നത്. വളരെ പ്രായമുള്ള അദ്ദേഹം. അപ്പം അവരെല്ലാം എല്ലാവരും പാടും. പിന്നെ ദാമോദരേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് മുതലേ എനിക്ക് അറിയാം. അപ്പോൾ ഇദ്ദേഹം ഫീൽഡിൽ ഇത്രയും കൂടുതൽ വരുന്നതിന് മുമ്പേ അറിയാമായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഭയങ്കര പാട്ടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ദാമോദരേട്ടനെ അറിയാമായിരുന്നു എനിക്കിങ്ങനെ ഫിലിം ഫീൽഡിലേക്ക് വരണം എന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ അദ്ദേഹം തന്നതാണ് എനിക്ക് ആ ഒരു പാട്ട്. കളിയാട്ടത്തിലെ പാട്ട് അങ്ങനെയാണ് ഞാൻ ആദ്യം വരുന്നത്. കളിയാട്ടത്തിലെ പാട്ടൊന്ന് പാടും കേൾക്കാൻ എന്ത് രസം. എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോട് പരിഭവം, ഒരുപാടു നാളായി കാത്തിരുന്നു, നീ ഒരു നോക്കു കാണാൻ വന്നില്ല. ചന്ദനത്തെന്നലും പൂനിലാവും എൻ്റെ കരളിൻ്റെ നൊമ്പരം ചൊല്ലിയില്ലേ. എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോട് പരിഭവം. ഇത് ശരിക്കും എന്റെ പ്രേക്ഷകർക്ക് അറിയാം അല്ലെ? കളിയാട്ടത്തില് സുരേഷ് ചേട്ടൻ മഞ്ജു വാര്യരുടെ അടുത്ത് പിണങ്ങിയിരിക്കുമ്പോ പാടുന്നതാണ്. ഒരു ഹസ്ബൻഡും വൈഫ് പിണങ്ങിരിക്കുമ്പോ പാടുമ്പോ. പക്ഷെ റിയൽ ലൈഫിൽ ഇത് വല്ല ഒക്കുവോ? ഭാര്യമാരൊക്കെ പാടിയാൽ എത്തറ്റം വരെ എത്തുമെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാനേ ഒക്കത്തുള്ളൂ. സത്യം. ചേച്ചി സാർ എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ഇപ്പോൾ ട്രിനിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യണു. കെമിസ്ട്രി പ്രൊഫസറാണ്. പാട്ട് ഇഷ്ടമാണ്. പാട്ട് പിന്നെ എന്ന് വെച്ചാൽ ആസ്വദിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, പുള്ളി ഒരു കുറച്ച് കവിതയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതും. അങ്ങനെ എഴുതിയൊരു പാട്ട് ഞാൻ ട്യൂൺ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭക്തിഗാനാണ്. ഒരു ഭക്തിഗാനമാണ്. അച്ഛൻ്റെ നാട്ടിലെ തൃക്കാരിയുള്ള ക്ഷേത്രത്തിലെ തൃക്കാശിനാഥ മഹേശ, തൃക്കാരിയൂരപ്പ കൈ തൊഴുന്നേൻ, തൃപ്പാദം തൊട്ടു വണങ്ങിടുവോർക്കെല്ലാം ത്രൈലോകജ്ഞാനമേകിടണേ ദേവാ. തൃക്കാശിനാഥ മഹേശ. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണത്, തൃക്കാരൂർ മഹാദേവ ക്ഷേത്രം. ഓക്കെ ചേച്ചി, ചേച്ചിയുടെ അമ്മയുടെ വീട്ടിലെല്ലാരും ഇങ്ങനെ പാട്ടിന്റെ എല്ലാരും പറഞ്ഞേ. അപ്പൊ അച്ഛൻ്റെ അവിടെയോ? കുറച്ച് പേര്. അച്ഛൻ ചിത്രകാരനാണ് എൻ്റെ അച്ഛൻ. ഓക്കെ. അച്ഛൻ ഭയങ്കര പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ്റെ ഉള്ളിൽ എല്ലാ രാഗങ്ങളും പറയും അച്ഛൻ. ഈ കേട്ട് അച്ഛൻ പാടില്ല അങ്ങനെ, കാരണം എല്ലാവരും പാട്ടുകാരായതുകൊണ്ടായിരിക്കും. നല്ലോണം ഉള്ളിലുണ്ട് പാട്ട്. അമ്മ പാടും നല്ലതായിട്ട് പാടും. അച്ഛൻ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ KSS പണിക്കരുടെ അടുത്ത് പഠിച്ചതാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അച്ഛൻ കുറച്ച് മോഡേൺ ആർട്ടിലേക്കൊക്കെ തിരിഞ്ഞു. എന്തായാലും ചേച്ചി ഒത്തിരി വിശേഷം പറഞ്ഞു. ഞാൻ വരയ്ക്കും കേട്ടോ. മോനും മോളും ഒക്കെ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് ശരി. അപ്പൊ പിന്നെ അച്ഛന്റെയും എനിക്ക് അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കൂടെ സിദ്ധി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിന് ഞാൻ എന്തായാലും കുറെ പാട്ട് പാടണം കേട്ടോ. ഇത്രയും നേരം ചേച്ചിയോട് വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ ആഹാരം പോലും വിളമ്പിയില്ല. അതെന്നറിയോ ചേച്ചി, പാട്ടൊന്ന് കേട്ടാലോ ഉണ്ടല്ലോ ഞാൻ പിന്നെ ഇതൊക്കെ അങ്ങ് മറന്നു പോകും. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് എന്റെയും പ്രശ്നം. ഇത് വെജിറ്റബിൾ സ്പ്രിംഗ് റോളാണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ചേച്ചി വെളുത്തുള്ളി ഉപയോഗിക്കുവല്ല? ഉപയോഗിക്കും
ചപ്പാത്തിയുടെ കറിക്കൊക്കെ ഉപയോഗിക്കും. ഓ അത് ശരി. അപ്പൊ ഞാൻ ഇങ്ങനെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി വെളുത്തുള്ളി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത്രയും ഇതായിട്ടാണോ നോക്കുന്നത്? അയ്യോ അങ്ങനെയൊന്നുമില്ല. ചേച്ചിക്ക് ബേസിക്കലി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ല അല്ലേ, അതുകൊണ്ടാണോ? ബാക്കി നിൽക്കും. കൊള്ളാം, നന്നായിട്ടുണ്ട്. അല്ല പൊതുവെ ഞാൻ കേൾക്കുന്ന എന്നാന്നറിയാം, ചേച്ചി ബ്രാഹ്മിൻസ് ബേസിക്കലി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഉപയോഗിക്കുമല്ലേ? വെളുത്തുള്ളിയോട് മാത്രമേ ഉള്ളൂ അല്ലേ, അതുകൊണ്ടാ. നമ്മൾ അത്ര വലിയ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും നോക്കണല്ലേ. നോൺ കഴിക്കില്ല, എഗ്ഗ് പോലും കഴിക്കില്ല. ഓക്കെ, അത് പറ്റില്ലാത്തോണ്ടാ, ഒട്ടും നമ്മൾ ശീലിച്ചിട്ടും ഇല്ല, അത് പറ്റില്ല. പിന്നെ ഞാൻ ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ മണമൊന്നും പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ശ്വാസം വലിക്കാതൊക്കെ കഴിച്ചോളൂ. അല്ല ഇപ്പം മോൻ അന്നേരം ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇരിക്കുമ്പോഴത്തേനും അവര് കഴിക്കും. നമ്മള് അത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതൊക്കെ എല്ലാവരും ഞാനിപ്പോ വന്നിരിക്കുകയാണെങ്കിൽ ആദ്യം നോൺ എന്റെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിക്കും. എന്റെ ശരീരം കണ്ടിട്ട് ഒരിക്കലും വിചാരിച്ചിട്ട് അല്ല വെയിറ്റർ വിചാരിക്കും ഞാനാണ് നോൺ ഓർഡർ ചെയ്തത്. നോർമലി ഞാൻ വെജ് ഓർഡർ ചെയ്താലും അവർ കൊണ്ടുവെക്കുന്ന ഫ്രണ്ട് ചിലപ്പോ അവൻ അത്രയും സൈസ് ഇല്ലാത്തതുകൊണ്ട് നേരെ എന്റെ ഫ്രണ്ടിൽ ഇവൻ തടിയുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ചേച്ചിയുടെ അടുത്തൊന്നും നിൽക്കാവൂല. അപ്പം കുഴപ്പമൊന്നുമില്ല, ഫ്രണ്ട്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മോക്കും കുഴപ്പമൊന്നുമില്ല അല്ലേ ചേച്ചി? മോളും കഴിക്കില്ല. പക്ഷെ മോടെ ഹസ്ബൻഡ് ഇല്ല. ഓക്കെ, അപ്പം മോന് ചെറിയ മോനും ഇല്ല ആരും കഴിക്കില്ല. എല്ലാവർക്കും ആയിട്ടില്ല. ഇല്ല. ഓക്കെ ഓക്കെ, അപ്പൊ പിന്നെ ആർക്കും വേണ്ട. അപ്പൊ അതിന്റെ ടേസ്റ്റേ നമുക്ക് അറിയണ്ട.